ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റസീന നിയാസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കുറച്ച് മുമ്പേ ഞാനൊരു വീഡിയോ എടുത്തിട്ട് അതെൻ്റെ ഡെലിവറി ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇത്രയും പെട്ടെന്ന് ബാഗ് പാക്ക് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന്. അപ്പോൾ അതിലേക്ക് നമ്മൾ വരാം. അതിനു മുമ്പേ നിങ്ങളെല്ലാവരും പെരുന്നാൾ അടിച്ച് പൊളിച്ചെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഷോപ്പിങ്ങിൽ പോകുന്ന വീഡിയോ എടുക്കണം, പിന്നെ പെരുന്നാളിന് മുമ്പ് തന്നെ 4 പേരുടെ ഡ്രസ്സ് റിവീൽ ചെയ്ത് കാണിച്ചു തരണം, അതൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെരുന്നാൾ പ്രിപ്പറേഷന് അടിപൊളിയായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വീഡിയോ എടുക്കണമെന്നെല്ലാം വിചാരിച്ചതാട്ടാ. പക്ഷെ ഒന്നും നടന്നില്ല എന്ന് വെച്ചാൽ ഭയങ്കര ടയേർഡായതുകൊണ്ട് നടന്നില്ല. അതാണ് കേട്ടോ ഞാൻ എടുക്കാതിരുന്നത്. അപ്പോൾ സോറി. എൻ്റെ ഡ്രസ്സിൻ്റെ ഫോട്ടോ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും നിയാസ്കി ഇട്ട ഡ്രസ്സ് ഇട്ടത്, കുട്ടികളത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, അത് ഞാൻ ഇട്ടുതരാം. ഒരു പർപ്പിൾ കളർ ഡ്രസ്സായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സിനെല്ലാം ഇഷ്ടമായിട്ടുണ്ട് ഡ്രസ്സ്. ആ ഒരു ഡ്രസ്സായിരുന്നു ഞാൻ എടുത്തത്. പെരുന്നാളെല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അന്ന് തൊട്ടിട്ട് നിയാസ്കയോട് എന്നും ഞാൻ പറയുന്നുണ്ട് വീഡിയോ എടുക്ക് പ്ലീസ്. പക്ഷേ നിയാസ്ക ഒട്ടും താല്പര്യമില്ലാത്ത പോലെയാണ് കേട്ടോ വീഡിയോ. നിയാസ്ക വൈകുന്നേരം പണിയും വിട്ട് വന്ന് പിന്നെ വീഡിയോൻ്റെ പുറകെ നിൽക്കാൻ നിയാസ്കയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഞാനും പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒരു മാസം റെസ്റ്റ് എടുത്തത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പെട്ടെന്ന് എന്താ സംഭവിച്ചത് അത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. കാരണം അത് നിങ്ങൾ അറിയുമ്പോൾ ഒരുപാട് നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. കാരണം ഒരുപാട് പ്രഗ്നൻസി ഉണ്ടാവുമല്ലോ, ഇനിയിപ്പോൾ ആ ഒരു അവർക്കെല്ലാം ഒന്ന് യൂസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ ഇതിൽ പ്രത്യേകിച്ചിട്ട് പറയാൻ വേറൊരു കാര്യമുണ്ട്. ഞാൻ ബിഫോർ ലാസ്റ്റ് ടൈമിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് കുറേ പേരോട് അപ്പോൾ കുറേ ആൾ പറഞ്ഞായിരുന്നു ചേച്ചി ഞാൻ പ്രെയർ ചെയ്തിട്ടുണ്ട്, പിന്നെ അത് ബോയ്സും കൂടി കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നമ്മളും പ്രെയർ ചെയ്യുന്നുണ്ട്, നമ്മളും ദുആ ചെയ്തുകൊണ്ടുണ്ട് അവർക്ക് പെട്ടെന്ന് ഒരു കുഞ്ഞുവാവനെ കൊടുക്കട്ടെ എന്ന്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിപ്പിക്കുന്നു. മാഷാ അല്ലാഹ് അവരിപ്പോൾ കൺസീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും ദുആൻ്റെ ഒരു ഉത്തരമായിരിക്കും അതെന്ന് വേണമെങ്കിൽ പറയാം. അവർ ഫസ്റ്റ് ടൈം ആരോടും പറഞ്ഞില്ല, എന്നോട് തന്നെ വന്നിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ കൺസീവ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഒരു എന്താ പറയുക, ഒരു 2.5 മന്ത് ആ ഒരു റേഞ്ചിലേ ആയിട്ടുള്ളൂ. എന്തായാലും അവരുടെ ആ ഒരു പ്രഗ്നൻസി നല്ല തിക്കായിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയിട്ട് നല്ലൊരു കുഞ്ഞുവാവ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇനിയും നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, അതൊരു സന്തോഷ വാർത്തയാണ് ഇന്ന് അറിയിക്കാൻ. അപ്പോൾ എനിക്കെന്താ സംഭവിച്ചത് ഞാൻ പറയട്ടെ. ഞാൻ മിനിഞ്ഞാന്ന്, അതായത് 13th തോന്നുന്നു, ഏപ്രിൽ 13th 14th കൺഫ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം രാവിലെ ഞാൻ നൈറ്റ് കിടക്കുമ്പോൾ എനിക്ക് ചെറിയതായിട്ട് ഒരു പെയിൻ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഇത് ഫസ്റ്റത്തെ ഡെലിവറി അല്ലല്ലോ, എനിക്ക് ലേബർ പെയിനെ കുറിച്ചിട്ടെല്ലാം കുറച്ചെല്ലാം ഒരു അറിവും നോളജെല്ലാം ഉണ്ടാവും, കാരണം നമ്മൾ ഓൾറെഡി ഡെലിവറി ആയതുകൊണ്ട്. അപ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. നൈറ്റ് ഞാൻ അങ്ങനെ കുറച്ച് ഓയിൽ മസാജെല്ലാം ബോഡിക്കും വയറിനൊക്കെ ചെയ്തിട്ട് ഒരു പക്ഷേ എന്തെങ്കിലും ഗ്യാസിൻ്റെ പ്രോബ്ലം ആയിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ നല്ലോണം വെള്ളമെല്ലാം കുടിച്ച് കിടന്നു. രാവിലെ എണീക്കുമ്പോൾ സെയിം അതേപോലെ തന്നെ എനിക്ക് കൺട്രാക്ഷൻസും ഉണ്ട്, അതുപോലെ തന്നെ ബാക്ക് പെയിനും ഉണ്ട് കേട്ടോ. ബാക്കിൽ നിന്ന് ഹിപ്പിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ട് വയറിലേക്ക് ഇങ്ങനെ വേദന വരുന്നുണ്ട്. ബട്ട് ഞാൻ നിയാസ്കോട് ഒരിക്കൽ പറഞ്ഞു കേട്ടോ, രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പെയിൻ ഉണ്ടെന്ന്. പക്ഷേ നിയാസ്കി ഓർക്കുന്നില്ല. ഈ ഒരു 8 മന്ത് സ്റ്റാർട്ടിങ്ങിൽ, അതായത് 8 മന്ത് സ്റ്റാർട്ടിങ് അല്ല, പകുതിയായി. ഇനി ഒരു ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് വന്നിട്ട് 18th ഇപ്പോൾ എനിക്ക് 8 കംപ്ലീറ്റ് ആയിട്ട് 9 റണ്ണിങ് ആവാൻ വെറും 5 days മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 7 മന്ത് ആഫ്റ്റർ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡെലിവറി വരാം, പിന്നെ ലേബർ പെയിൻ വരാം, ഡെലിവറി ആകാം, പ്രീ മെച്യൂർ ബേബി ആവാം. അപ്പോൾ അതെല്ലാം നമ്മൾ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ. പ്രീ മെച്യൂർ ബേബി ആയാൽ
27 വീക്കിൻ്റെ അപ്പുറം ഒരുപാട് പേർക്ക് അങ്ങനെ ആവുന്നുണ്ട്. പ്രീമെച്യൂർ ബേബി ആയാലും അതിൻ്റെ കെയറിങ് എല്ലാം ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. നമ്മൾ NICU ഇടണം, നമുക്കും റിസ്ക്. പിന്നെ അത് വീട്ടിലേക്ക് തന്നാലും നമ്മൾ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് കെയർ ചെയ്തിട്ടെല്ലാം നമ്മൾ ബേബിനെ കൊണ്ട് നടക്കേണ്ടി വരും. അപ്പോൾ പ്രീമെച്യൂർ ബേബി ആവാനുള്ള ചാൻസസ് നിങ്ങൾക്കുണ്ട്. നിങ്ങളോട് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റെസ്റ്റ് എടുക്കുക കേട്ടോ. ഇല്ല നമുക്ക് എവിടെയും വേദന ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് റെസ്റ്റ് എടുക്കാതെ നിൽക്കരുത്. റെസ്റ്റ് എടുക്കുക. പിന്നെ കുറേ ഫുഡ്സ് എല്ലാം നിങ്ങളോട് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും ഡോക്ടേഴ്സ്. അതെല്ലാം കൃത്യമായിട്ട് പാലിക്കുക. അപ്പോൾ അങ്ങനെ ഒരു 7 എനിക്ക് നല്ല ഇങ്ങനെ വേദന വന്നുകൊണ്ടേയിരുന്നു. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നിയാസ്ക അവിടുന്ന് പോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയിക്കോ. കാരണം അന്ന് നിയാസ്കക്ക് ഒരു വീട് വിട്ടു കൊടുക്കേണ്ട ഒരു ജോലിയായിരുന്നു. കാരണം അതിൻ്റെ മുമ്പത്തെ ദിവസമെല്ലാം ഞാൻ നിയാസ്കയോട് പറഞ്ഞിട്ടുണ്ട്, നൈറ്റെല്ലാം എടുത്തിട്ട് വീട് വേഗം വിട്ടു കൊടുക്കും, നിങ്ങളിങ്ങനെ വലിയണ്ട, നൈറ്റെല്ലാം എടുത്ത് തീർത്ത് കളാന്ന്. പിന്നെ അങ്ങനത്തെ ഞാൻ പെയിൻ ഉണ്ട് ഇന്ന് പോകണ്ടെന്ന് പറയാനും ആവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എന്താക്കി, നിയാസ്ക പോയപാട് ഞാൻ വാക്ക് ചെയ്ത് കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് എന്തെങ്കിലും ഒരു ഇടവേദന, ഫാൾസ് ലേബർ പെയിൻ എന്ന് വരും കേട്ടോ. നമുക്കൊരു 7 എല്ലാം തുടങ്ങിയാൽ ലേബർ പെയിൻ, അതായത് നമ്മുടെ യൂട്രസ്, നമ്മുടെ ബോഡി ലേബർ പെയിനിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ പെയിനായിരിക്കും എന്ന് വെച്ച് ഞാൻ ഏകദേശം 12 മണി വരെ ഞാൻ വാക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ വാക്ക് ചെയ്ത് കുറച്ച് റെസ്റ്റ് എടുക്കും, പിന്നെ വാക്ക് ചെയ്യും, പിന്നെ വെള്ളം കുടിക്കും. പിന്നെ ഞാൻ ജീരക കഷായം എല്ലാം വെച്ചിട്ട്, അതെല്ലാം എത്ര സേഫ്റ്റിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിവിടെ ഒറ്റക്കായതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നതിൽ ഞാൻ ചെയ്തു. ജീരകം ഉലുവയൊക്കെ വറുത്ത് വെള്ളമെല്ലാം കുടിച്ച്. കാരണം എനിക്കിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അടുത്താണെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഇവിടെ കുട്ടികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുമില്ല കേട്ടോ. അവരെല്ലാം വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ശേഷമാണ് അറിയുന്നത്. പിന്നെ അങ്ങനെ എനിക്ക് പിന്നെ സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാനൊരു 12:30 ആയപ്പോൾ നിയാസ്കാനെ വിളിച്ച് എനിക്ക് പെയിൻ ഉണ്ടെന്ന്. അപ്പോൾ നിയാസ്ക എന്നോട് ചോദിച്ചു എന്താക്കണം ഇപ്പോൾ. നിയാസ്ക ഓർക്കണില്ല ഇത്രയും പെട്ടെന്ന്. ഇപ്പോൾ 8-ലെല്ലാം ഇങ്ങനെ പെയിൻ വരും നിയാസ്ക ഓർക്കണില്ല. അവരുടെ മണ്ടയിലെല്ലാം ഒരു സമയം ഫിക്സാണ്. അതായത് 9 മന്ത് കഴിഞ്ഞതിൻ്റെ ശേഷമേ ഡെലിവറി നടക്കുകയുള്ളൂ, അതിന് മുമ്പേ ഡെലിവറി ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ഒരിക്കലും ഒരാണുങ്ങളും കരുതിയിരിക്കണ്ട കേട്ടോ. അതായത് 7 മന്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതാണ് 7 മന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെക്കണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ 7 മന്തിൻ്റെ ജേർണിയിലാണെങ്കിൽ നിങ്ങൾ പാക്ക് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ 7 മന്ത് ആവണമെന്നൊന്നുമില്ല. പണ്ടത്തെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുണികളെല്ലാം ആദ്യം മേടിക്കരുത്, കുഞ്ഞുവാവക്കുള്ളത് മേടിക്കരുത്, നമുക്കുള്ളത് നമ്മൾ പ്രിപ്പയറിങ് ഒന്നും ചെയ്ത് വെക്കരുത്, അത് ആപത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പണ്ട് കാലത്തിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ ദൂരമൊക്കെ ഹോസ്പിറ്റൽ ഉണ്ടാവും. ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ തന്നെ ഡെലിവറി നടത്തുന്ന ആ ഒരു സംവിധാനമാണ്. അപ്പോൾ പിന്നെ നമുക്ക് എക്സ്ട്രാ കെയറിങ്ങോ ട്രീറ്റ്മെൻറ്റോ നമുക്ക് ആ ബേബിക്കോ ആ മദറിനോ കൊടുക്കാൻ പറ്റുന്നില്ല. അവിടെ ഡെത്ത് സംഭവിക്കാം, ബേബിക്ക് എന്തെങ്കിലും സംഭവിക്കാം. അപ്പോൾ അവരുടെ ഒരു മിത്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ തുണിയെല്ലാം മേടിച്ച് വെച്ച് വാഷെല്ലാം ചെയ്തിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചതുകൊണ്ടാണ് ഇത് നടന്നിട്ടുള്ളതെന്ന്. ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ എല്ലാം ഒരുപാട് ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. NICU ഫെസിലിറ്റി ആണെങ്കിലും മദർ കെയറിങ് ആണെങ്കിലും ഒരുപാട് നല്ല ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതിൽ ഒരു മടിയും കാണിക്കണം കേട്ടോ. നമുക്ക് എന്താ ആവശ്യം, നമ്മൾ മറ്റുള്ളവർക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക. അയ്യോ എൻ്റെ ഉമ്മ വന്ന് ചെയ്തു തരും, അല്ല അമ്മായി വന്ന് ചെയ്തു തരും, അത് ചെയ്യാതിരിക്കുക. ഞാൻ 15 ഇയേഴ്സ് മുമ്പേ തന്നെ നിയാൻ്റെ പ്രസവത്തിന് പോകുമ്പോഴും ഇതുപോലെ തന്നെ ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് എനിക്ക് വേണ്ടതും വാവക്ക് വേണ്ടതും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായത് കേട്ടോ. അന്ന് ഞാൻ വേറെ ഒരാളെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് അപ്പോൾ ഇതിലും 15 വർഷം 16 വർഷം കുറവായിരുന്നു. അപ്പോഴേ ഞാൻ അത്രയ്ക്ക് മെച്യൂറായിരുന്നു കേട്ടോ. എന്നാലും ഇപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഒരു പേടി തോന്നുന്നത്. അപ്പോഴും ഈസി ആയിട്ടായിപ്പോയി. അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ വേറെന്താ, അപ്പോൾ അങ്ങനെയെല്ലാം ആ ഒരു പാക്ക് ചെയ്ത് വെക്കരുത്, നമ്മൾ മേടിച്ച് വെക്കരുത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നും നമ്മൾ ആ ഒരു ഡെലിവറി കഴിഞ്ഞ് പിന്നെ ഫുള്ള് കൺഫ്യൂസ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഒരു സൈഡിൽ കുഞ്ഞുവാവ ഡെലിവറി ആയിട്ട് കൊണ്ടുവന്നു, നമ്മൾ തുണിക്കും സ്വെറ്ററിനും ഷോക്സിനും മിറ്റൻസിനും ഇങ്ങനെ ഓടി കളിക്കുക. ഞാൻ റിലയൻസിൽ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഇതേപോലെ ഒരു സംഭവം. അതായത് കുഞ്ഞുവാവ
അവിടെ ഡെലിവറി ആയിട്ടുണ്ട്. അവർ സ്വെറ്ററും തേടി ഇങ്ങനെ നടക്കുകയാണ്. ഒരു സ്വെറ്ററും കുഞ്ഞുക്ക് അവർ ഇങ്ങനെ ഫ്രണ്ട് ഓപ്പണാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഈ മോളുകളിലെല്ലാം അങ്ങനത്തത് ഒരു എന്താ പറയുക, ഒരു ലോക്കൽ രീതിയിലുള്ള സ്വെറ്റർ കിട്ടൂല കേട്ടോ. അവരെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും, അവിടുത്തെ ക്ലോത്ത് ആണെങ്കിലും റേറ്റ് ആണെങ്കിലും എല്ലാം. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് നമ്മളെപ്പോലെ തന്നെ. അവരിങ്ങനെ കറങ്ങി നടക്കുന്നു കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇതെല്ലാം ഫസ്റ്റേ മേടിച്ച് വെക്കണം എന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെ ആദ്യം പ്രസവത്തിന് മുമ്പ് മേടിച്ച് വെക്കരുത്. അപ്പോൾ കുട്ടി പ്രസവിച്ചിട്ട് വാർഡിലേക്ക് വന്നു. നല്ല തണുപ്പുള്ള ഒരു സ്ഥലമാണ് പ്രസവം നടന്ന സ്ഥലം. അവരിനിയും സ്വെറ്ററിന് ഇങ്ങനെ പരതി കൊണ്ട് നടക്കുകയാണ്. ഉച്ചയായിട്ടുണ്ട് അവർ വന്നിട്ട്, ഇനി എത്ര നേരം പരതുന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക കേട്ടോ. അതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഏത് കിതാബിലും പറഞ്ഞിട്ടില്ല നമ്മൾ പ്രസവത്തിന് പോകുമ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കരുതെന്ന്. പിന്നെ നമ്മളെ ഈ ഒരു മുതിർന്ന ആൾക്കാർ നമുക്ക് പറഞ്ഞ് പേടിപ്പിക്കുന്നതും പറഞ്ഞു തരുന്നത്. എന്നോടും ആദ്യം കുറേ ആൾ ഞാൻ 5 month തൊട്ടിട്ട് ഇങ്ങനെ പർച്ചേസിങ് തുടങ്ങിയപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത്, പിന്നെ അതെല്ലാം മോശമാണെന്നൊക്കെ. ഞാനതൊന്നും കെയർ ചെയ്തില്ല കേട്ടോ. എന്തും നമുക്ക് അള്ള എന്താ വെച്ചത് അതുപോലെ മാത്രമേ ആവുകയുള്ളൂ. അതിൽ നമുക്ക് ഒരു മാറ്റം വരുത്താനാവില്ല. അള്ള ഇപ്പോൾ ഒരു സംഗതി വിചാരിക്കുകയാണെങ്കിൽ അത് നടന്നിട്ടേ നടക്കും. അതിൽ നമുക്ക് ഒരു പങ്കുമില്ല, നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുക. ഇപ്പം നല്ല നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റിയാണ്. അതൊന്നും നിങ്ങൾ, അപ്പോൾ ഞാൻ ടോപ്പിക്ക് വിട്ട് വേറെ ടോപ്പിക്കിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ നിയാസ്ഖാനെ ഞാൻ വിളിച്ച് 12 മണിക്ക് വിളിച്ചിട്ട് എനിക്ക് ശരിക്കും നന്നായിട്ട് ദേഷ്യം വന്നു കേട്ടോ. നിയാസ്ഖാനെ പറഞ്ഞിട്ടും പറയില്ല. അന്ന് ഞാൻ പറഞ്ഞില്ലേ വീട് വിട്ടു കൊടുക്കേണ്ട, അവർ വീട് കൂടുന്ന ദിവസങ്ങൾ നെക്സ്റ്റ് ഡേ ആയിരുന്നു. അങ്ങനെ കുറേ ബുദ്ധിമുട്ടി നിയാസ്ഖ ഏകദേശം ഒരു 3:30 മണിയാകുമ്പോൾ ഇവിടെ എത്തിയേട്ടാ. എനിക്കാണെങ്കിൽ ഞാൻ ഇത് ലേബർ പെയിനാണെന്ന് ഒരിക്കലും ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഫാൾസ് ലേബർ പെയിൻ ആയിരിക്കും, ഇങ്ങനെ ഒരു നടുക്ക് വരുമല്ലോ, അതായിരിക്കും എന്നാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ നിയാസ്ക വന്ന് പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് ഞാൻ പറഞ്ഞു മേഡം എനിക്ക് പെയിൻ ഉണ്ടെന്ന്. ഡോക്ടർ ഫുള്ള് ഷോക്കായി, ഇത്ര വേഗം പെയിൻ വന്നു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഫാൾസ് ലേബർ പെയിൻ ആയിരിക്കും അല്ലേ. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ വയറെല്ലാം തൊട്ട് നോക്കി, നല്ല കോൺട്രാക്ഷനാണ്. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പെയിൻ വേറെയാണ്. വയറ് നമ്മുടെ യൂട്രസിൽ നിന്ന് കുത്തി ടൈറ്റാകുക ലൂസാകുക, അതിനാണ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. യൂട്രസ് കുഞ്ഞിനെ പുഷ് ചെയ്യുന്നതാണ് പുറത്തേക്ക് കേട്ടോ. ആ പുഷിങ് നന്നായി നടക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻറ്റർണൽ ചെക്കപ്പ് വേണം. അങ്ങനെ ഡോക്ടർ ആദ്യമായിട്ട് ഇൻറ്റർണൽ ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ലേബർ പെയിൻ തന്നെയാണ്. നമുക്ക് 2 പേർക്കും കൺഫ്യൂസായി, കൂടെ ഡോക്ടറിനും കൺഫ്യൂസായി. കാരണം 34 വീക്ക് ആവുന്നേ ഉള്ളൂ അന്നത്തേക്ക് കേട്ടോ. ഒരു 37 വീക്കെങ്കിലും മിനിമം വേണം ഒരു കുഞ്ഞുവാവ ഡെലിവറി ആവാൻ. എന്നാലേ അതൊരു പ്രീമെച്യൂർ ആവാതെ ഒരു ഫുൾ ടേം ബേബി ആകുള്ളൂ. അതിന് മുമ്പേ ആവുന്നത് 34 വീക്കിലുള്ള ഒരുപാട് ഡെലിവറി നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ എക്സ്ട്രാ കെയറിങ് വേണ്ടി വരും, NICU ഫെസിലിറ്റി വേണ്ടി വരും, അങ്ങനെയൊക്കെ കുറേ സംഭവം. നമ്മളിപ്പോൾ ഫുള്ള് തികഞ്ഞിട്ടുള്ള ഒരു ബേബിനെ പുറത്ത് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ എത്ര റിസ്ക് എടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഡബിൾ റിസ്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ 34 വീക്കേ ആയിട്ടുള്ളൂ. ഞാൻ ഡോക്ടറോട് പറഞ്ഞു 34 വീക്കേ ആയിട്ടുള്ളൂ മേഡം, എന്താക്കൽ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡ്രിപ്സ് ഇട്ടിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ കയറ്റി നോക്കാം, ഏകദേശം ഒബ്സർവേഷനിൽ ഇരിക്കണം ഇന്നൊരു ദിവസം ഫുള്ളെന്ന്. പക്ഷേ ഞാൻ 2 കുട്ടികളെ അവിടെ വിട്ടിട്ടാണ് പോയത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇതിപ്പോൾ പ്രസവമാണ് വരാൻ പോകുന്നത്. നമ്മൾ ഒരു ബാഗ് പാക്ക് ഇങ്ങനെ എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടെന്നല്ലാതെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുമില്ല. പിന്നെ അങ്ങനെ എനിക്ക് ഡ്രിപ്സ് ഇട്ട് അതിൽ ഇഞ്ചക്ഷൻ തന്നു. അപ്പോൾ കോൺട്രാക്ഷനും പെയിനും എല്ലാം കുറച്ച് കുറവായി. പിന്നെ അങ്ങനെ ഒരു 10, 10:30, 10:45 ആയപ്പോഴത്തേക്ക് ഏകദേശം എൻ്റെ ഡ്രിപ്സ് ബോട്ടിലെല്ലാം കഴിഞ്ഞ പാടെ ഞാൻ ഡോക്ടറിനെ വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പെയിനെല്ലാം കുറച്ച് കുറവുണ്ട്, വീട്ടിൽ പോകുകയാണെന്ന്. പിന്നെ അങ്ങനെ ഡോക്ടർ എനിക്ക് ഡിസ്ചാർജ് തന്നു. പക്ഷേ എനിക്ക് 1 ഡേ ഫുള്ള് ഒബ്സർവേഷനിലായിരുന്നു ഡോക്ടർ വെച്ചത് കേട്ടോ. പെട്ടെന്ന് പെയിൻ വന്നാൽ ബുദ്ധിമുട്ടാകുന്നു. അപ്പാട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഈ ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ തന്നെയാണ് എൻ്റെ വീട്, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വന്നാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന്. അപ്പോഴത്തേക്ക് എൻ്റെ ആങ്ങളെയും ഭാര്യയെല്ലാം ഒരു സൈഡിൽ വന്നു. അവർക്കും ദേഷ്യം പിടിച്ചു, നമ്മളിപ്പോൾ പ്രസവിക്കാൻ വന്നതാണ്, അവരോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരിക്കലും അങ്ങനെ പ്രസവിക്കാൻ വേണ്ടി വന്നതല്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് പോയത് സ്കൂട്ടിയിൽ തന്നെ ആയിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് നല്ലതായിട്ട് ദേഷ്യം വന്നു. പ്രസവിക്കാൻ വരെ സ്കൂട്ടിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ലേ ഒരു പ്രസവ വേദനയാണ്. കാരണം എനിക്ക് അത്രയ്ക്കങ്ങ് സിവിയർ പെയിൻ അല്ലായിരുന്നു, ഫാൾസ് ലേബർ പെയിനാണ്. എന്നാലും ഒന്ന് കാണിച്ചേക്കാന്ന് പറഞ്ഞിട്ട് നോർമലി നമ്മൾ പോകുന്ന പോലെ സ്കൂട്ടിയിൽ പോയതാട്ടോ. അങ്ങനെ അവരൊക്കെ വന്ന്
പിന്നെ അവിടുന്ന് അവർ ഫുഡെല്ലാം കൊണ്ട് തന്ന് അതെല്ലാം കഴിച്ച് നമ്മളൊരു 10:45 തിരിച്ച് വീട്ടിലേക്ക് വന്ന് നെക്സ്റ്റ് ഡേ പിന്നെയും പോയി. എനിക്ക് ടാബ്ലറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു പെയിനിനെല്ലാം ഉള്ളത്, പിന്നെ ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു, അതൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ എനിക്ക് ഇങ്ങനെ പെയിന് വരാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മോനെയും കൂട്ടിയിട്ട് പിന്നെ നിയാസ്ഖാനെ ബുദ്ധിമുട്ടിക്കാൻ നിന്നിട്ടില്ല. കാരണം പല പല സ്ഥലത്തായിരിക്കും അവർ പണിയെടുക്കണമെന്നല്ല, അവിടെ നിന്നെല്ലാം വരുമ്പോൾ റിസ്ക്കാണ്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ മോനെ കൂട്ടിപ്പോയപാട് പിന്നെ ഡോക്ടർ പറഞ്ഞു ഫുള്ള് ബെഡ് റെസ്റ്റ്, നോൺ വെജ് ഒന്നും കഴിക്കരുത്, ഫുള്ള് ബെഡിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്കായാലും ഈ ഒരു 7 മന്തിലെല്ലാം നിങ്ങൾക്ക് ഒരു പെയിൻ വരുന്നുണ്ട്, ഈ ലേബർ പെയിൻ, അതായത് പ്രസവ വേദന എന്ന് വെച്ചാൽ ഒരു ഡിഫറെൻ്റ് അല്ല. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമുള്ള ആൾക്കാർക്ക് പറഞ്ഞു തരാം കേട്ടോ, അതൊരു വ്യത്യസ്തമായിട്ടുള്ള പെയിനല്ല. നമ്മുടെ സെയിം പീരിയഡ്സ് പെയിന് തന്നെ അതിന് ഒരു 5-6 ഇരട്ടി കൂടിയിട്ടുള്ള വേദനയാണെന്ന് മാത്രം കേട്ടോ. പീരിയഡ്സ് പെയിൻ എങ്ങനെയായിരിക്കും, അതിലൊരു കൂടുതലായിട്ടുള്ള പ്ലസ് ഉള്ള ഒരു വേദനയായിരിക്കും. അപ്പോൾ അങ്ങനത്തെയുള്ള വേദനകൾ വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം പോകുക, ബ്ലീഡ് ആവുക, മ്യൂക്കസ് പ്ലഗ് റിലീസ് ആവുക, അതായത് നമ്മളെ കുഞ്ഞിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു മ്യൂക്കസ് പ്ലഗ് ഉണ്ടാവും. 1 മിനിറ്റ് കേട്ടോ, അനിയ എണ്ണ വയ്ക്കണോ, തീ ചെറുതാക്കിയിട്ട് എണ്ണ ഇടപ്പാ, മറിച്ചിടരുത്, മെല്ലെ വേണം. അപ്പോൾ മ്യൂക്കസ് പ്ലഗ് എന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞിൻ്റെ സേഫ്റ്റിക്ക് ഒരു വാൾവ് ഫിക്സ് ആയിട്ടുണ്ടാവും നമ്മളെ വജൈനൻ്റെ അകത്തെല്ലാം, അതെല്ലാം റിലീസായി വരികയാണെങ്കിൽ തന്നെ ഇപ്പോഴെല്ലാം നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ഉണ്ട്. ഹോസ്പിറ്റൽ രീതിയിലായാലും നല്ല ഡോക്ടേഴ്സ് എല്ലാം നല്ല വീഡിയോ ഇടുന്നത്, അതെല്ലാം കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അങ്ങനത്തെ എന്തെങ്കിലും റിലീസ് ആവുന്നുണ്ട്, അല്ല വൈറ്റ് ഡിസ്ചാർജ് കൂടുതലായിട്ട് വരുന്നുണ്ട്, ഇനി അതുമല്ല നിങ്ങൾക്ക് ബാക്ക് പെയിൻ, അതായത് പുറം വേദന നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു 2-3 ഡേയ്സിൽ കാല് ഇങ്ങനെ സ്വെല്ല് ചെയ്യുന്നു, മുകളിലും വണ്ണം വെക്കുന്നു, ഇങ്ങനെയെല്ലാം കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ, അല്ല നിങ്ങളെ വാട്ടർ ലീക്ക് ആവുന്നുണ്ട്, ഇങ്ങനെയെല്ലാം ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും, പിന്നെ ഇനിയൊരു കാര്യം, കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ് കുറയുവാണെങ്കിലും നിങ്ങൾ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല, ഇമീഡിയറ്റായിട്ട് ഹോസ്പിറ്റൽ കൺസൾട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ അവിടെ ഡെലിവറി ആകും, ഒരു ഗൈനിക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കാൻ പാടില്ല. അവിടെ കുഞ്ഞിനുള്ള ഫെസിലിറ്റിയും അമ്മക്കുള്ള ഫെസിലിറ്റിയും എല്ലാം പക്കയാണോ എന്ന് നിങ്ങൾ ഒന്ന് കറക്റ്റായിട്ട് അറിയട്ടെ. NICU ഫെസിലിറ്റി എല്ലാം ഉള്ള ഹോസ്പിറ്റലിൽ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരു പക്ഷേ പ്രീ ടേം ലേബർ ബേബി നിങ്ങൾക്ക് ആയാൽ നിങ്ങൾക്ക് NICUക്ക് വേണ്ടിയിട്ട് എത്രയോ കിലോമീറ്റർ ദൂരെ കുഞ്ഞിനെ കൊണ്ടുപോയിടേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒന്നും സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ഫസ്റ്റേ ഇങ്ങനെയുള്ള കെയറിങ് നിങ്ങൾ എടുക്കട്ടെ. NICU ഫെസിലിറ്റി ഉണ്ടോ, അല്ലോ വേറെ എന്തെങ്കിലും, ഇപ്പോൾ ചില ഹോസ്പിറ്റലിൽ സിസറിനാണെങ്കിൽ ഇമ്മീഡിയറ്റ് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആക്കും. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കാണിക്കുന്ന ഹോസ്പിറ്റൽ, നന്നായിട്ടുള്ള ഹോസ്പിറ്റൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ അവിടെ ഒരു ഗൈനിക് ഉണ്ട്, പ്രസവം നടക്കുമെന്ന് മാത്രം നിങ്ങൾ തീരുമാനിക്കാതിരിക്കുക. എനിക്കും വന്നത് അങ്ങനെയായിരുന്നു. ഒരു 3 ഡേയ്സ് ബിഫോർ എനിക്കതുവരെ കാലിൽ നീരൊന്നും ഇല്ലായിരുന്നു, കാലിൽ പെട്ടെന്ന് നീര് വന്ന് തുടങ്ങി. അപ്പം തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തെല്ലാം എല്ലാവരും മുതിർന്ന ആൾക്കാർ പറയായിരുന്നു, പ്രസവം പെട്ടെന്ന് നടക്കും തോന്നുമല്ലോ, എത്ര മാസമായി, കാലിൽ നല്ല നീരുണ്ടെന്നൊക്കെ. നീര് ഇപ്പോഴും ഉണ്ട്, പറയാൻ പറ്റില്ല എപ്പോൾ പ്രസവമാവുന്നതെന്ന്. ഒരു പക്ഷേ വേഗമാകും, ഒരു പക്ഷേ എൻ്റെ ഡേറ്റിന് തന്നെ ആവും. എൻ്റെ ഡേറ്റ് എനിക്ക് തന്നിട്ടുള്ളത് May 29th, June 6th കേട്ടോ. അല്ല സോറി, June 7th. എനിക്ക് തോന്നുന്നില്ല അത്രയും ലോങ് ആയിട്ട് പോകുമെന്ന്, കാരണം അത്രയ്ക്ക് ഡിഫിക്കൽട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഡെലിവറി അടുത്ത് വരുന്ന സമയത്ത് ബേബീൻ്റെ ഹെഡ് ഫിക്സ് ആവുന്നതും നമുക്ക് ബാക്ക് പെയിൻ കൂടുതലാവുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കുറേ സിംറ്റംസ് എല്ലാം ഉണ്ടാവും. അതെല്ലാം വരുന്നതുകൊണ്ട് തന്നെ അറിയാം. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഫുള്ള് റെസ്റ്റ്, നോൺ വെജ് കഴിക്കരുത്, നല്ലോണം വാട്ടർ ഇൻടേക്കാണ് കൂടുതൽ. കാരണം നമ്മൾ ശരീരം ഈ ഒരു വെയിലിന് ഡീഹൈഡ്രേറ്റ് ആകുമ്പോൾ നമുക്ക് കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ആകും. അപ്പോൾ ബേബിന് യൂട്രസ് പുറത്തേക്ക് പുഷ് ചെയ്യാൻ തുടങ്ങും കേട്ടോ. പിന്നെ വേറെന്താ, നല്ല നല്ല ഫ്രൂട്ട്സും നല്ല ഭക്ഷണം, നല്ല പച്ചക്കറി, അങ്ങനെയുള്ള സംഭവങ്ങൾ, പ്രോട്ടീനെല്ലാം ഉള്ളത് നല്ലോണം കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടുതൽ ജ്യൂസ്, എനിക്ക് ഡയബറ്റിക് ഉണ്ടോ എന്ന ഒരു സംശയം കൂടി ഡോക്ടറിന് ഉണ്ടായിരുന്നു. ആ ഒരു ചെറിയൊരു വേരിയേഷൻ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ സ്വീറ്റ് ഐറ്റം ഒന്നും കഴിക്കുകയില്ല. പിന്നെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ അടുത്ത വീട്ടുകാരെല്ലാം ചോദിക്കും, എന്തെങ്കിലും കഴിക്കാനാണ്, കാലിൽ ഇങ്ങനെ നീരിട്ടിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന്.
ഒരിക്കലും ഇല്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പുറത്തുനിന്ന് ഒരു ആഗ്രഹിച്ച് ഒരു ഭക്ഷണം കഴിക്കാത്ത ആളാണ്. അതിപ്പോഴും മാറിയിട്ടില്ല. എനിക്ക് ഒന്നും കഴിക്കാൻ ആഗ്രഹമൊന്നുമില്ല. അപ്പോൾ ചോദിച്ച എല്ലാ ഫ്രണ്ട്സിനോടും നന്ദി. പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞ കുറേ സിംറ്റം ഉണ്ടെങ്കിൽ നിങ്ങളും അലർട്ടാകുക. നല്ല ഹോസ്പിറ്റൽ നല്ല ഗൈനിക്കിനെ തിരഞ്ഞെടുക്കുക. നമ്മൾ ഈ ഒരു സമയത്ത് എന്താ പറയുക, മരണവും നമ്മളുമായിട്ടുള്ള ഒരു യുദ്ധമാണ്. ആ ഒരു സമയത്ത് നമ്മൾ പേഷ്യൻ്റെ മുഖമൊന്നും നോക്കാതിരിക്കുക. പിന്നെ ചില പേർക്ക് ഗോഡ് ഗ്രേസ് എന്ന് പറഞ്ഞതുപോലെ ചില പേർക്ക് GH ഹോസ്പിറ്റലിൽ നന്നായിട്ട് ഡെലിവറി നടക്കാറുണ്ട്. C സെക്ഷനും ആവാറുണ്ട്, നോർമലും ആവാറുണ്ട്. പക്ഷേ നമ്മളെ മനസ്സിന് ധൈര്യം പോലെ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിയാസ്ഖാൻ്റെ കൂടെ പണിയെടുക്കുന്ന എല്ലാ ആൾക്കാരും ഇത്രക്ക് ഒരു കെയർ ആയിട്ടുള്ള പേഴ്സൺസ് ആണെന്ന് എനിക്ക് മിനിഞ്ഞാന്നാണ് അറിഞ്ഞത് കേട്ടോ. നമ്മൾ പോയി അഡ്മിറ്റ് ആയ ആ ഒരു സമയം തൊട്ടിട്ട് ഒരുപാട് കൂടെ പണിയെടുക്കുന്ന ആൾക്കാരും അവരുടെ മെയിൻ പണി കൊടുക്കുന്ന മുതലാളി ഉണ്ടല്ലോ, അവരൊക്കെ ഒരുപാട് തവണ വിളിച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, അയ്യോ നമ്മൾ ഇപ്പോൾ എൻ്റെ വീട്ടിലും പിന്നെ നിയാസ്ഖാൻ്റെ വീട്ടിലും ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചതാണ്, നമുക്ക് ആരും ഉണ്ടാവില്ല എന്നൊക്കെ ഓർത്തതിന് അവർ ഒരു നിമിഷം കൊണ്ട് തകർത്തങ്ങ് വലിച്ചെറിഞ്ഞിട്ട് എത്ര ഫോണാണ് അവരാക്കിയതട്ടോ. ഒരുപാട് കെയറിങ്ങും എന്താവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കണമെന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കില്ല. അത് നമുക്ക് ഒരു ഭയങ്കര ഒരു ബാക്ക് സപ്പോർട്ടും നമുക്ക് നല്ലൊരു മോട്ടിവേഷനുമാണ്. നമുക്കിപ്പോൾ അവരോട് എന്താ പറയുക, ചോദിക്കാനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഉള്ളിലൊരു ധൈര്യം വന്നല്ലോ, ഇവരൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ആങ്ങളാണെങ്കിലും പാവം പെട്ടെന്ന് ഓടി വന്ന്, ഒരാങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളൂ, ആങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല കേട്ടോ. അതും വേണമല്ലോ പറയാൻ, ഇതുവരെ അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഉമ്മയും ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ആങ്ങളെല്ലാം വന്ന് കുറേ നേരം ഇരുന്ന് അവരെല്ലാം ഡെലിവറി നടക്കും തന്നെ ഓർത്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഇന്ന് ഡിസ്ചാർജ് ആവണ്ട, പെട്ടെന്ന് രാത്രി എന്തെങ്കിലും എല്ലാം ആയാലും ബുദ്ധിമുട്ടാവുമെന്ന് വണ്ടീൻ്റെ നമ്പറൊക്കെ തന്ന്. അതിൽ കൂടുതൽ നിയാസ്ഖാക്ക് പണി കൊടുക്കുന്ന ആളും നല്ലൊരു എന്താ പറയുക, നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. എല്ലാ കാര്യത്തിലും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതും വേണമല്ലോ പറയാൻ, ഒരുപാട് കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിലും ഞാനത് നിയാസ്ഖാട് പറയും, ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന്. അങ്ങനെ അവരെല്ലാം സപ്പോർട്ടിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. വളരെ സന്തോഷമായി. ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അവരെ ഫോൺ കോളെല്ലാം വരുമ്പോൾ നമുക്ക് അതൊരു എന്താ പറയുക, ഒരു അമ്പരിപ്പിക്കുന്ന ഒരു സന്തോഷം എന്നൊക്കെ പറയില്ല. എല്ലാവരും ചോദിച്ചു എന്ത് സപ്പോർട്ട് വേണമെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞു, എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ധൈര്യം തന്നെ നമുക്ക്. കാരണം നിയാസ്ഖാക്കും ബ്രദേഴ്സൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. ബ്രദർ ഉണ്ട്, കസിൻസ് എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആരും ഇഷ്ടമില്ലാത്തൊരു കല്യാണ ജീവിതത്തിലാണ്. അതുകൊണ്ട് അവരതെല്ലാം സപ്പോർട്ട്, അവരെ വീട്ടിൽ നിന്ന് ആരുടെയെങ്കിലും സപ്പോർട്ട് ഉണ്ടാകുന്നത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനാവില്ല കേട്ടോ. അപ്പോൾ അവർക്കെല്ലാം ഒരുപാട് താങ്ക്സ്. പിന്നെ ഈ പറഞ്ഞ റീസൺസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റായി ഹോസ്പിറ്റൽ പോവുക, നല്ല ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുക, പിന്നെ റെസ്റ്റ് എടുക്കുക. അപ്പോൾ എനിക്കിപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ തന്നു. അതായത് ഇനി എനിക്കിപ്പോൾ 34 കംപ്ലീറ്റ് ആയി, 35 വീക്ക് ആയി കേട്ടോ. ഇനി ഞാൻ അഥവാ ലേബർ പെയിൻ വന്ന് പ്രസവിക്കുകയാണെങ്കിലും എനിക്കല്ല കുഞ്ഞുവാവക്ക് ബുദ്ധിമുട്ടില്ലാത്തതുപോലെ ലങ്സ് മെച്യൂർ ആവാനുള്ള ഇഞ്ചക്ഷൻസും ഞാൻ എടുത്തു കഴിഞ്ഞു. 2 ഇഞ്ചക്ഷനും 3 ഡോസാണ്. മരണവേദനയാണ് കേട്ടോ ആ ഇഞ്ചക്ഷന്. ആ ഇഞ്ചക്ഷന് 2 ദിവസം ഞാൻ തന്നെ പോയിട്ട് നിയാസ്ഖാനൊന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എന്നിട്ട് അവിടെയുള്ള എല്ലാ സിസ്റ്റേഴ്സും ഭയങ്കര ക്ലോസാണ്, സ്പെഷ്യലി ഡോക്ടർ നല്ല ക്ലോസാണ്. എന്നിട്ട് സിസ്റ്റേഴ്സെല്ലാം ചോദിക്കുമായിരുന്നു, ഫസ്റ്റെല്ലാം വരുന്നുണ്ട്, ഇപ്പോൾ വയറെല്ലാം വലിയതായപ്പോൾ എന്താ ഹസ്ബൻഡിനെ കാണാത്തത്? ഞാൻ പറഞ്ഞു അവർക്ക് ജോലി തിരക്കാണെന്ന്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് ആ ഇഞ്ചക്ഷനെല്ലാം എടുത്ത് വന്ന് ഒരു ദിവസം ഉമ്മ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിറ്റേന്ന് പിന്നെ ഞാൻ ഉമ്മാനെയും ബുദ്ധിമുട്ടിക്കാൻ നിന്നിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു മനസ്സുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2ാമത്തെ ദിവസം ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടില്ല. ഉമ്മ പിന്നെ ഇന്ന് വന്നിട്ടുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇന്നില്ല, ഇഞ്ചക്ഷൻ കഴിഞ്ഞു. അങ്ങനെ ബേബിൻ്റെ ലങ്സ് മെച്യൂർ ആവാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ ഞാൻ എടുത്തു. അതെന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ പ്രീമെച്യൂർ ബേബി പുറത്ത് വന്നാൽ അവർ എല്ലാം ഓക്കെ ആയിരിക്കും, ബട്ട് അവരുടെ ലങ്സ് മെച്യൂർ ആയിരിക്കില്ല. അതായത് ശ്വാസം എടുക്കാനും വിടാനുമുള്ള ബുദ്ധിമുട്ട് അവർക്ക് കാണും. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ എടുത്താൽ പിന്നെ ഇനി ഡെലിവറി ആയാൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്കും വലിയ ഹോപ്പില്ല, ഒരുപാട് ദിവസം മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ഹോപ്പും ഇല്ല കേട്ടോ. കാരണം പെയിനും കോൺട്രാക്ഷൻസും അപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബേബിൻ്റെ മൂവ്മെൻറ്റ് കുറച്ച് കുറവാകുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും, എൻ്റെ സബ്സ്ക്രൈബറും എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ദുആ കേട്ടോ. എൻ്റെ എന്താ പറയുക, ഈ ഒരു ജേർണി നല്ല സൂപ്പറായിട്ട് എൻഡിങ് ആവട്ടെ.
പിന്നെ ഹോസ്പിറ്റൽ പോകുന്ന വീഡിയോയിൽ എടുക്കണമെന്നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എടുത്താൽ ഇനി 10 ദിവസത്തിൽ ഞാൻ എണീക്കലുണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഫുള്ള് ഇങ്ങനെ റെസ്റ്റും എല്ലാം ഉള്ളതുകൊണ്ട് എൻ്റെ കാര്യം കഷ്ടം തന്നെയാണ് കേട്ടോ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ഇതാണ് പെട്ടെന്ന് ഞാൻ ബാഗ് പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് വന്നത്. പെട്ടെന്ന് ഞാൻ എല്ലാം മേടിച്ച് വെച്ചിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. ഒരു 9 മന്ത് സ്റ്റാർട്ടിങ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ മിഞ്ഞാന്നത്തെ ആ ഒരു സംഭവം വന്നതിനോട് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇനിയും കുറച്ച് സംഭവങ്ങളുണ്ട്, അതിനി ഓൺ ദ വേ ആണ്, വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മളെ തൊട്ടടുത്തല്ല, കുറച്ച് ഒരു 10 കിലോമീറ്റർ അപ്പുറം നല്ലൊരു ബേബീസിൻ്റെ ഒരു സെൻറ്റർ ഉണ്ട്. അവിടെയും കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റിലയൻസിൽ നിന്നും പോയിട്ട് മേടിക്കാനുള്ളത്ര ഷോപ്പിംഗ് വേണമെങ്കിൽ ഞാൻ പോകണം, നിയാസ്ക് ഒറ്റയ്ക്ക് പോവില്ല, ബുദ്ധിമുട്ടാവും. പിന്നെ ബാക്കിയുള്ളത് ഓൺലൈനിൽ കൊണ്ടിരിക്കും. പിന്നെ ഇനി വേണ്ടത് എനിക്കൊരു ബെഡ്ഷീറ്റും പിന്നെ ഒരു സീ പില്ലോ വേണമായിരുന്നു കേട്ടോ കുഞ്ഞുമാവക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സീ പില്ലോ ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ നോർമലി ഒരു കുട്ടി പില്ലോ ആക്കി വെച്ചിട്ടുണ്ട്. ആ പില്ലോ ഞാൻ എടുക്കും ഹോസ്പിറ്റലിലേക്ക് ബേബിക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാത്ത ഇരിക്കാൻ. പിന്നെ ഫീഡിങ് കവറും ഒരു ബ്ലാങ്കറ്റും, അത്രയേ ഇനി ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പല ഞാൻ വാക്ക് പറഞ്ഞ്, അപ്പോൾ സോറി. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടെ. നിങ്ങളൊരു ലൈക്ക് എന്നെ ഒത്തിരി ഉയരത്തിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.